ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് MDMA അടക്കമുള്ള രാസലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനികൾക്ക് പിടിവീണു. കൊല്ലം സ്വദേശിനി അദ്വൈത, കണ്ണൂർ സ്വദേശി മുഹമ്മദ് സുജാഹ് എന്നിവരാണ് ശാസ്താംകോട്ട പോലീസിന്റെ പിടിയിലായത്. നിരവധി NDPS കേസുകളിലെ പ്രതികളായ ഇരുവരും ബംഗളൂരുവിൽ നിന്നാണ് അറസ്റ്റിലായത്. ഈ വർഷം ആദ്യം രാസലഹരി കേസിൽ പിടിയിലായ യുവതിയിൽ നിന്ന് കിട്ടിയ തുമ്പ് തേടിയാണ് അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തിയത്. കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശി അദ്വൈത, കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി മുഹമ്മദ് സുജാഹ് എന്നിവരെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 27 ഗ്രാം MDMA-യുമായി യുവതി കൊല്ലത്ത് പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പിന്നിലുള്ള വൻ ലഹരി റാക്കറ്റിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ബംഗളൂരുവിൽ വ്യാജ പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അദ്വൈതയും മുഹമ്മദ് സുജാഹും താമസിച്ചു വരികയായിരുന്നു. ഇരുവരും കമിതാക്കളാണെന്ന് പോലീസ് പറഞ്ഞു. വർഷങ്ങളായി കേരളത്തിലേക്ക് ലഹരിമരുന്ന് കടത്തിയിരുന്ന 2 അംഗ സംഘമാണിതെന്ന് പോലീസ് പറയുന്നു. ഇവരുൾപ്പെടുന്ന സംഘം കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് MDMA ഉൾപ്പെടെ രാസലഹരികൾ വൻതോതിലെത്തിച്ചിരുന്നു. പിടിയിലായ മുഹമ്മദ് സുജാഹ് നേരത്തെയും നിരവധി NDPS കേസുകളിൽ പ്രതിയാണ്. അമരവിളയിൽ 75 ഗ്രാം MDMA പിടിച്ചെടുത്ത കേസിലും കണ്ണൂർ, ഇരിട്ടി എന്നിവിടങ്ങളിലെ എക്സൈസ് കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ട്. ബംഗളൂരുവിൽ റേഡിയോളജി പഠനത്തിനായി പോയ അദ്വൈത ലഹരി ഇടപാടുകളിലേക്ക് കടക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.